രംഗത്ത് കഴിവ് തെളിയിച്ച് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയവരുടെ കൂടെ ജോലി ചെയ്ത് സ്വന്തമായി ഒരു അവാർഡ് പോലും വാങ്ങാതെ ഹോം നേഴ്സായി ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്ന പാലായിൽ നിന്നും വരുന്ന മോളി. കായിക മേഖലയിൽ സ്വർണവും വെള്ളിയും വെൺകലവും മൺകലവും വാങ്ങി നമ്മുടെ രാജ്യത്തിന് അഭിമാനം നേടിക്കൊടുത്ത വനിതകളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് കൈക്കുഴ തെറ്റിപ്പോയ മുടിയൂർക്കരയിൽ നിന്നും വരുന്ന ഷൈമോൾ. ഭർത്താവ് വക്കീലാണെങ്കിൽ ഞാൻ ജഡ്ജി അമ്മയാണെന്ന അഹങ്കാരത്തോടെ കുമരകത്തിൽ നിന്നും വരുന്ന മറിയാൻ. പാചകകലയിൽ മിസ്സിസ് കെ എം മാത്യുവിനെ പോലെ വെല്ലുന്ന കൈപുണ്യമാണ് എന്ന് സ്വയം പ്രശംസിക്കുന്ന ഇവർ ഒരു എക്സിക്യൂട്ടീവ് ഷെഫ് ആണെന്ന് അഹങ്കരിക്കുന്ന ആലപ്പുഴയിൽ നിന്നും വരുന്ന ലവ്ലി. സൗന്ദര്യ മത്സരത്തിൽ ഐശ്വര്യയെ പോലും വെല്ലുന്ന സൗന്ദര്യം തനിക്ക് മാത്രമാണ് ഉള്ളതെന്ന അഹങ്കാരത്തോടെ മേക്കപ്പ് ചെയ്ത് പാലായിൽ നിന്നും വരുന്ന കുത്തറാണ്. പുതിയ വേഷത്തിൽ വന്നാൽ തനിക്ക് പ്രായം ചെന്ന കാര്യം നാട്ടുകാർ അറിയുമോ എന്ന മനോവിഷമവും, എന്നാൽ ചങ്ങനാശ്ശേരി സോഷ്യൽ സൊസൈറ്റിയുടെ ബെസ്റ്റ് കൗൺസിലർ ആണെന്ന അഹങ്കാരത്തോടെ പ്രവചിച്ചു വരുന്ന കുടമാളൂരിൽ നിന്നും വരുന്ന സുസാമ. നേരത്തെ പറഞ്ഞുവല്ലോ, ഇവർക്ക് സംഗീതത്തിൽ മിച്ചം സംഗതിയും ഒന്നുമില്ലെങ്കിലും സംഗീതത്തിൽ വളരെ പ്രശസ്തരാണെന്ന് കൈമുതലുള്ള ഇവർ എന്ത് ചോദിച്ചാലും സംഗീതത്തിലൂടെ മാത്രമേ ഉത്തരം പറയൂ. എന്തായാലും ഒരു പ്രോഗ്രാം തുടങ്ങുവാണല്ലോ, നമുക്ക് പ്രാർത്ഥനയോടെ തുടങ്ങാം. നമ്മുടെ വിശിഷ്ട അതിഥിയായ ജഡ്ജി അമ്മയെ നമുക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി സാദരം വേദിയിലേക്ക് ക്ഷണിക്കാം. Yes, Your Honor.
ഞങ്ങളുടെ പെറ്റീഷൻസ് എല്ലാം നിന്റെ മുമ്പിൽ വെക്കുന്നു. ഞങ്ങളുടെ സിവിലും ക്രിമിനലുമായ എല്ലാ കുറ്റങ്ങളും ക്ഷമിക്കണമേ. 3 വർഷം നിന്റെ കൂടെ നടന്ന് അവസാനം 3 പ്രാവശ്യം നിന്നെ തള്ളിപ്പറഞ്ഞ പത്രോസ് IPC സെക്ഷൻ 48A 48B പ്രകാരം വിശ്വാസവഞ്ചന, പരസ്യമായ തള്ളിപ്പറയൽ എന്നീ കുറ്റങ്ങൾക്ക് വിധേയനായ പത്രോസിനോട് നീ ക്ഷമിച്ചതുപോലെ അടിയങ്ങളോടും ക്ഷമിക്കണമേ. ഓർഡർ ഓർഡർ. നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട്. നിങ്ങളുടെ കുടുംബവിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങാം. നിങ്ങളെല്ലാവരും കുടുംബിനികളാണല്ലോ. നിങ്ങളുടെ ഭർത്താക്കന്മാരെ കുറിച്ച് എന്താണ് പറയുന്നത്? നിങ്ങളുടെ മക്കളെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മരുമക്കളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അമ്മായിയമ്മമാരെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പഞ്ചായത്തിൻ താക്കോല സാരിത്തുമ്പത്ത് ബ്രഹ്മാണ്ടത്തിൻ ആധാരോ ഉണ്ടൽ തോളത്ത് അന്നതി ജാതിയാ ജാടയാ ബോഡിയാ ഇതുങ്ങളുടെ നാട്ടിലെ തോക്കിനും പേടിയാ. കൂടുമ്പോൾ ഇമ്പമുള്ളതാണല്ലോ കുടുംബം. എന്താണ് നിങ്ങളുടെ കുടുംബത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? അനുഗ്രഹത്തിൻ അധിപതി അനന്തകൃപാ തിരുനദി, അനുഗ്രഹത്തിൻ അധിപതി അനന്തകൃപാ തിരുനദി. അതെ, നമ്മളെല്ലാവരും മാർത്തോമ നസ്രാണികളാണല്ലോ. ഏത് കാലഘട്ടത്തിൽ ജീവിച്ചാലും നമ്മൾ നമ്മുടെ പാരമ്പര്യം മറക്കാതെ കാത്തു സൂക്ഷിക്കും. അതെ, ആ ഓർമ്മയിലൂടെ.